ശ്രീ പ്രശാന്ത് ശിവൻ ഡിസംബർ 13 ബാലറ്റ് വെട്ടി പൊട്ടിക്കുമ്പോൾ 2020 ആ ശുക്രദശ ആവർത്തിക്കുമോ? എത്രത്തോളം പ്രതീക്ഷ? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും ഭരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. രണ്ട്, നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി ചോദിച്ചിരുന്നു, ഏതെങ്കിലും ഒരു കേന്ദ്ര പദ്ധതിയെങ്കിലും പാലക്കാട് നടപ്പിൽ വരുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ പറയണത് വിശ്വസിക്കേണ്ട. അദ്ദേഹത്തിൻ്റെ ഫോണിൽ ChatGPT ഉണ്ടെങ്കിലും ഒന്ന് എടുത്തു നോക്കുക. പാലക്കാട് നഗരസഭയിൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നും രണ്ടുമല്ല, 2014 മുമ്പ് ദീർഘകാലം പാലക്കാട് കോൺഗ്രസ് ഭരിച്ചിരുന്നു. 2004 മുതൽ 2014 വരെ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നു. ആ സമയത്ത് ഇവരുടെ കേന്ദ്ര സർക്കാർ, UPA സർക്കാർ, പാലക്കാടിന് വേണ്ടി എന്താണ് തന്നതെന്നും ഈ 2015 ശേഷം നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതിനു ശേഷം പാലക്കാട് നഗരസഭയിൽ BJP ഭരണസമിതി വന്ന സമയത്ത് ഒന്നും രണ്ടുമല്ല 220 കോടി രൂപയാണ് അമൃത് പദ്ധതി വഴി പാലക്കാട് നഗരത്തിന് തന്നിട്ടുള്ളത്. ആ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ തന്നെ 140 കോടി രൂപ ചെലവിട്ടുകൊണ്ട് ഈ അമൃത് കുടിവെള്ള പദ്ധതിയിൽ മലമ്പുഴയിൽ ഉൾപ്പെടെയുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, പുതിയ 2 വാട്ടർ ടാങ്കുകൾ, 99% വീടുകളിലും ഇന്ന് പാലക്കാട് നഗരത്തിൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുടിവെള്ള കണക്ഷൻ എത്തിക്കുവാനായിട്ട് സാധിച്ചു. 2, കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു നഗരസഭയിൽ ശുചിമുറി മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട്, നമുക്കറിയാം നമ്മുടെ ഈ പരിസരത്തൊക്കെ പല ആളുകൾ ശുചിമുറി ടോയ്ലറ്റ് വേസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി ആളുകൾ വരും. ഇത് കൊണ്ടുപോയി ഏതെങ്കിലും തോടുകളിലോ പുഴകളിലോ തള്ളാറാണ് പതിവ്. കേരളത്തിൽ ആദ്യമായി ഒരു ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പാലക്കാട് നഗരസഭയിലാണ്. 2, ഇവിടെ ഞാൻ വലിയൊരു ലിസ്റ്റ് തന്നെ പറയാം. ഈ പാലക്കാട് നഗരസഭയിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു പദ്ധതിയും കേന്ദ്ര പദ്ധതി നടപ്പിൽ വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതത്തോടെ നോക്കുന്നത്. കാരണം ഇതിനു മുന്നേ നിരവധിയായ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ചർച്ചയിൽ വന്ന സമയത്ത് പാലക്കാട് നഗരസഭയിൽ കേന്ദ്ര സർക്കാർ ഫണ്ട് തന്നിരുന്നു, അതിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞു. അഴിമതിയുടെ രേഖ എവിടെയെന്ന് ചോദിച്ച സമയത്ത് ഒരു രേഖയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് ഫണ്ടേ തന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ പാലക്കാട് നഗരത്തിലെ പ്രധാന കുളങ്ങളുടെ സംരക്ഷണത്തിനായി അമൃത് 2.0 ഉൾപ്പെടുത്തിക്കൊണ്ട് 76 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഈ അമൃത് പദ്ധതിയിലെ കുടിവെള്ള പദ്ധതിക്ക് മാത്രം ഏതാണ്ട് 140 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് നമുക്കറിയാം ധാരാളം വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് സാനിറ്ററി നാപ്കിനും ഡയപ്പറുകളും ഒക്കെ. ഇത് സൗകര്യമുള്ള വീടുകളിൽ ഇത് കത്തിച്ച് കളയും. ഇതില്ലാത്ത സ്ഥലങ്ങളിൽ ഇത് വഴിയോരത്തേക്ക് വലിച്ചെറിയുന്നൊരു ശീലമാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സാനിറ്ററി നാപ്കിൻ ഡയപ്പറിന് വേണ്ടിയിട്ട് അതിൻ്റെ സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചിട്ടുള്ള ഒരേ ഒരു നഗരസഭ, അത് പാലക്കാട് നഗരസഭയാണ്. ഇവിടെ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള പദ്ധതികളിൽ നിന്ന് മാത്രം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ടൊരു കാര്യം പറയാം. കഴിഞ്ഞ 10 വർഷ കാലഘട്ടം ഈ പാലക്കാട് നഗരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി 10 വർഷം ഭരിച്ചു. 2015-20 കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടു. കോൺഗ്രസും CPM ഒരുമിച്ച് ചേർന്നുകൊണ്ടായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഭരിച്ചിരുന്നത്. എന്നിട്ടും 2020 പാലക്കാട് നഗരജനത ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി 28 സീറ്റ് ലഭിച്ചു. ഈ 2015-25 കാലഘട്ടത്തിൽ ഈ 10 വർഷം ഭരിച്ചിട്ടും ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ഒരു നയാ പൈസയുടെ അഴിമതി പോലും പാലക്കാട് നഗരസഭയിൽ ഉണ്ടായിട്ടില്ല എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. ഇനി 2, കേരളത്തിലെ നിരവധിയായ നഗരസഭകളും പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും എല്ലാം ഉണ്ട്. അവർക്ക് അതാത് നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കുമൊക്കെ ഫണ്ടുകൾ സംസ്ഥാന സർക്കാർ അലോക്കേറ്റ് ചെയ്യും. ഈ കേരളത്തിൽ തന്നെ പ്ലാൻ ഫണ്ട് വിനിയോഗത്തിൽ 100% പൂർത്തിയാക്കിയതിന് പിണറായി വിജയൻ സർക്കാർ നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ
ഭരണസമിതി നേതൃത്വം നൽകുന്ന പാലക്കാട് നഗരസഭയാണ് ഈ കേരളത്തിൽ തന്നെ 1-ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത് പദ്ധതി നിർവഹണത്തിൽ, ആ ഫണ്ട് വിനിയോഗത്തിൽ. അതിനുള്ള അവാർഡ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പാലക്കാട് നഗരസഭയ്ക്ക് നൽകുകയുണ്ടായി. ഇവിടെ കേരളത്തിലെ CPM-ഉം കോൺഗ്രസും ഒക്കെ ഭരിക്കുന്ന നിരവധിയായ നഗരസഭകളുണ്ട്. എന്തേ അവരെയൊക്കെ മറികടന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത് നടത്താൻ സാധിച്ചുവെങ്കിൽ ഭരണ നിർവഹണ രംഗത്ത് മറ്റു 2 പാർട്ടിക്കാരേക്കാൾ മികച്ച രീതിയിൽ പാലക്കാട് നഗരസഭയിൽ ഭരണം നടത്തിയിട്ടുണ്ട്. ആ ഭരണത്തിൻ്റെ പ്രോഗ്രസ് കാർഡുമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ പഞ്ചായത്തുകളിലും നഗരസഭകളിലും എല്ലാം വോട്ട് ചോദിച്ചു പോകുന്നത്. തീർച്ചയായും. അപ്പോൾ ഡിസംബർ 13-ന് അത് ആവർത്തിക്കുമെന്ന്